നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മേഡമാണല്ലോ. ഹലോ മേഡം. മുരളി, താൻ തിരക്കിലാണോ? അല്ല മേഡം, പറഞ്ഞോളൂ. ഞാൻ ആ ദേവൂട്ടിയുടെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. അവൾ അവിടെ തന്നെയാണോ ഇപ്പോഴും? അതെ, ദേവിട്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയുടെ സമയദോഷമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇപ്പൊ പൂക്കടയിൽ വരാറുണ്ട്. താമസം ഇവിടുത്തെ ആ വിദ്യാമ്മയുടെ കൂടെ എന്നാ കേട്ടത്. അത് ശരി. പിന്നെ എന്തൊക്കെയാ മേഡം അവിടുത്തെ വിശേഷങ്ങൾ? സന്ദീപ് സാറ് എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ നല്ല വിശേഷങ്ങളാ മുരളി. സന്ദീപ് സുഖമായിട്ടിരിക്കുന്നു. അവന്റെ കല്യാണം ഏകദേശം ശരിയായി വന്നിരിക്കുക. കല്യാണമോ? എന്നിട്ട് സന്ദീപ് സാർ സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ? പെണ്ണിനെ അവന് നല്ല ഇഷ്ടായി. നമുക്ക് ചേരുന്ന കുടുംബക്കാരാ. പെണ്ണിന് നല്ല പഠിത്തവും ഉണ്ട്, കാണാനും സുന്ദരിയാ. അല്ല, എന്നതൊക്കെയാ മാഡം കല്യാണം? ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും അധികം വൈകാതെ തന്നെ ഉണ്ടാവും. നിശ്ചയം ഈ മാസം അവസാനം നടത്താന്നാ തീരുമാനം. കല്യാണം ക്ഷണിക്കാൻ സന്ദീപും ഞങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് മുരളി. ദേവൂട്ടിയെ കാണുമ്പോ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കണേ. ശരി, ഞാൻ വിളിക്കാം. ശരി മാഡം. അവൾ അവിടെ തന്നെയുണ്ട്. അപ്പൊ പിന്നെ എന്റെ ദേവി, എന്താ ഇത് ഇങ്ങനെയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ദേവുട്ടി, താങ്ക്സ് എ ലോട്ട്. നിന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇന്നത്തെ പരീക്ഷ നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരുവിധം കടന്നുകൂടിയെന്ന് പറയാം. നിന്നോട് പറയാതെ ഇങ്ങനെ പോകേണ്ടി വന്നതിൽ എന്നോട് പിണങ്ങല്ലേ ദേവുട്ടി. അറിഞ്ഞാൽ നിനക്ക് സങ്കടാവില്ലെന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. എന്തായാലും സംഗതി പാളിപ്പോയെന്ന് ഒരു 90% ഉറപ്പിക്കാം. ഒക്കെ നിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്താമ്മേ? നീ എന്താ കിടക്കാഞ്ഞേ? കുറച്ച് കഴിഞ്ഞ് കിടക്കാന്നേ. അമ്മ കിടന്നില്ലേ? കിടന്നാലും എനിക്ക് ഉറക്കം വരുന്നു തോന്നുന്നില്ല. അതാ ഇങ്ങോട്ട് വന്നേ. എടാ മോനെ, നീ സത്യം പറ. ആ ശ്യാമിലിയെ കണ്ടപ്പോ നിനക്ക് ശരിക്കും എന്താ തോന്നിയത്? അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? വന്നപ്പോ മുതൽ ഇത് തന്നെയാണല്ലോ ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ടും നീ കൃത്യമായി ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. അവക്ക് ശരിക്കും ദേവൂട്ടിയുടെ മുഖഛായയല്ലേ? അമ്മ ഈ പറയുന്ന പോലെ അത്രയ്ക്ക് റെസംബ്ലൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. എന്നെ മുത്തശ്ശി പറഞ്ഞ പോലെ എവിടെയോ ചില സാമ്യമുള്ളതുപോലെ തോന്നി. എടാ, എവിടെയോ ചില സാമ്യങ്ങളല്ല, ശരിക്കും ആ കുട്ടി ദേവൂട്ടിയെ പോലെ തന്നെയാ. നീ ചിരിക്കൊന്നും വേണ്ട. അതെ, അതിന്റെ പേരിൽ ഞാൻ ഈ പ്രപ്പോസൽ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. ചിലപ്പോ നിങ്ങൾ പറയുന്നത് പോലെ എന്റെ മനസ്സിന്റെ ആദ്യം കൊണ്ട് തോന്നുന്നതാവും. എന്തായാലും നന്നായി ആലോചിച്ചിട്ടേ ഞാനൊരു തീരുമാനം എടുക്കൂ. നീ പോയി കിടക്കാൻ നോക്ക്. അമ്മയ്ക്കിത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ദേവുട്ടി. ഇന്ന് ആ കുട്ടിയെ കണ്ടത് മുതൽ അമ്മ ഏതാണ്ട് കിളി പോയ മട്ടല. എന്നാലും അമ്മ അങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. എന്റെ ദേവുട്ടി, നമുക്കിനിയും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ഒരുപാട് വേണ്ടിവരുമെന്നാ തോന്നുന്നത്. എത്തിയല്ലോ അച്ഛനും മോളും. ഇതുവരെ അമ്പലത്തിലായിരുന്നോ രണ്ടുപേരും? അതെ, അത്താഴ പൂജയും കണ്ട് കഷായ പ്രസാദവും കുടിച്ചിട്ടാ വന്നത്. അത് നന്നായി. ദിവ്യ ഔഷധമാ കഷായ പ്രസാദം.
മോക്ക് ഇഷ്ടമായ ഇഷ്ടമായി താ അച്ഛാ. അല്ല, അച്ഛനും മോളും ഏതു നേരവും ദേവിയെ കാണാൻ അമ്പലത്തില. പക്ഷെ അമ്മയ്ക്കും മോനും അതത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു. എപ്പോഴും ഇവിടെ തന്നെയാണല്ലോ. വിശ്വാസവും ഭക്തിയും ഒന്നും തല്ലിപ്പഴിപ്പിച്ചുണ്ടാക്കേണ്ട കാര്യമല്ലല്ലോ. അവരെ രണ്ടാളെയും സംബന്ധിച്ച് ഇതൊരു ഉല്ലാസയാത്ര പോലെയാ. പക്ഷെ എനിക്കും മോൾക്കും ജന്മപുണ്യം തേടിയുള്ള മഹാതീർത്ഥയാത്രയാണിത്. കഴിയുന്നതും ദേവീ സന്നിധി തന്നെ കഴിച്ചു കൂട്ടണമെന്നാ ആഗ്രഹം. അതിന്റെ ഫലം നിങ്ങൾക്കുണ്ടാവും തിരുമേനി. ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം ഭക്തരും അമ്മയുടെ അടുത്ത് തന്നെ ചെലവഴിക്കാനാ ആഗ്രഹിക്കുന്നത്. പക്ഷേ വല്ലതും കഴിക്കാനും റെസ്റ്റ് എടുക്കാനും മാത്രം വരുന്നവരെ ഞാൻ ആദ്യം കാണുക. എന്തിയാനാ, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നന്നാവില്ലാന്ന് വാശി പിടിക്കുന്നവരെ ദൈവം വിചാരിച്ച പോലും തിരുത്താനാവില്ല. അമ്മയും മോനും നല്ല ഭക്ഷണപ്രിയരാണല്ലോ. 2 ദിവസം കൊണ്ടേ നല്ലൊരു തുക പറ്റായിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ. വാടക കാര്യത്തിൽ കാണിക്കുന്ന സൗജന്യമൊന്നും ഭക്ഷണ കാര്യത്തിൽ ഉണ്ടാവില്ലെന്ന് തിരുമേനി 2 പേരോടുകൂടി പറയണം. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ആ കാശ് ഞങ്ങൾ തന്നോളാം. എന്നാ ഞങ്ങൾ മുറിയിലോട്ട് ചെല്ലട്ടെ. ശരി തിരുമേനി. വാ മോളെ. പാവം, ഈ സാധുക്കൾക്ക് ഇങ്ങനെ 2 പേരെ കൂട്ടായി കിട്ടിയല്ലോ. നാശം പിടിക്കാൻ ഒന്ന് ഉറങ്ങി വരായിരുന്നു. അപ്പോഴേക്കും വന്ന് ലൈറ്റ് ഇട്ടു. വിളിച്ചു കൂത്താടി വന്നതും പോരാ, ബാക്കിയുള്ളവരുടെ കൂടി ഉറക്കാൻ കളയാൻ വേണ്ടി. അയ്യോ, സമാധാനം ഇല്ല. ഉറങ്ങാനും തിന്നാനും മാത്രമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? കൂടെ ചാടി ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാ, സുഖവാസത്തിനല്ല തീർത്ഥയാത്രയ്ക്കാ പോകുന്നതെന്ന്. തീറ്റ ഉറക്കോട്ട് കഴിയാനാണെങ്കിലേ തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത് എന്തിനാ? എന്തായാലും അച്ഛനും മോളും വിസ്തരിച്ച് തൊഴുതല്ലോ. ഇനി എത്രയും വേഗം ഇവിടെ നിന്ന് വീട് പിടിക്കാൻ നോക്കണം. ഈ നശിച്ച മുറിയുടെ ജീവിതം മതിയായി. വായ്ക്ക് രുചിയായിട്ടൊന്നും കഴിക്കാനുമില്ല, മനുഷ്യനൊന്നും ഉറങ്ങാനും പറ്റുന്നില്ല. വാക്കി പിടിക്കാത്തത് കഴിച്ചിട്ടാണോ അമ്മയും മോനും കൂടി നല്ലൊരു തുക ഇവിടുത്തെ പറ്റുമുക്കിലാക്കി വെച്ചിരിക്കുന്നത്? കണ്ടോ മോനെ, ദാ നോക്ക്, ജീവൻ കിടക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കഴിച്ചതിന് കണക്ക് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മളിവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. നാളെ തന്നെ നാട്ടിലേക്ക് പോണം, അല്ലെങ്കിൽ ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും എനിക്ക് എന്റെ മോനും. നോക്ക്, എന്റെ മോളുടെ അരങ്ങേറ്റം മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. അത് നടത്തിത്തരാന്ന് പറഞ്ഞ വിദ്യാമ്മയെ പിന്നെ കാണാനും പറ്റിയില്ല. ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി മോളുടെ അരങ്ങേറ്റം കഴിഞ്ഞേ ഞാൻ നാട്ടിലേക്കുള്ളൂ. ആഹാ, ഇപ്പൊ അങ്ങനായോ കാര്യങ്ങള്? 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇനി ഈ പരങ്ങേറ്റം നടന്നില്ലെങ്കില് നിങ്ങൾ മോളെയും കൂട്ടി ഇവിടെ എങ്ങ് കൂടാനാണോ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചു തന്നില്ലെങ്കിലേ ശാന്തി പണിക്ക് ആ കുറിപ്പ് വേറെ ആളെ വെക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. 7-ാം നാൾ വരെ ശുദ്ധികലശ കർമ്മങ്ങളാ അവിടെ നടക്കുന്നത്. അതിനുള്ളിൽ മോളുടെ അരങ്ങേറ്റം നടത്തി നമ്മൾ അവിടെ ചെല്ലും. അരങ്ങേറ്റം നടത്തിയിട്ടേ പോകുന്നുള്ളെങ്കിലേ 7-ാം നാളല്ല 70-ാം പക്കം പോലും തിരിച്ചു പോവാൻ പറ്റുന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല.